അസ്സലാമു അലൈക്കും. ഇന്ന് ചിക്കൻ കീമയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണത് നോക്കാം. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് ഇട്ടാ. അപ്പോൾ ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് 2 സവാള അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് നന്നായി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി അതും നീളത്തിൽ അരിഞ്ഞിട്ട് അതും നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ 3 തരം എടുക്കട്ടോ. മഞ്ഞയും ചുവപ്പും പച്ച എടുക്കുക. പിന്നെ ഞാൻ മഞ്ഞയും ചുവപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ ഈ 2 ക്യാപ്സിക്കം ഇട്ടാൽ നല്ല കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ടേസ്റ്റിനും കുറവൊന്നുമില്ല. എന്നിട്ട് അത് നന്നായി വഴറ്റണം കേട്ടോ, 3ഉം കൂടെ. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയാണ്. വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഉണക്കമുളക്, നല്ല ജീരകം, പെരുംജീരകം, അതേപോലെ തന്നെ പച്ചമല്ലി. അത് 3ഉം കൂടെ ചെറിയ ചൂടിലിട്ടിട്ട് വറുത്തതിന് ശേഷം അത് മിക്സിയിലടിച്ച അരപ്പാണ് ഇതിട്ടാ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് ഇട്ടാ ഈ മസാലപ്പൊടിക്ക്. അപ്പോൾ ഞാൻ ഇറച്ചിയിലേക്കൊക്കെ ഇത് ഇടാറുണ്ട്. ചിക്കനും ബീഫും ഒക്കെ വെക്കുമ്പോൾ ഈ മസാലപ്പൊടി ഇടാറുണ്ട്. മല്ലിപ്പൊടി കുറച്ചേ ഇടാറുള്ളൂ കേട്ടോ. അതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, അതേപോലെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, പിന്നെ അതേപോലെ തന്നെ ഒരു 4-5 വലുതാണെങ്കിൽ 5 വെളുത്തുള്ളി, അല്ലെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ എടുത്ത് വെളുത്തുള്ളി, പിന്നെ അതേപോലെ തന്നെ 4 പച്ചമുളക്. എന്നിട്ട് അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പായതാണ്. അത് 3 നിർബന്ധമാണ് കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷമാണ് ഈ ചിക്കൻ കീമ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് ചെറുതായി അരിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ വേവിച്ചിട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടും വേവിച്ചിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഉണ്ടാക്കാം കേട്ടോ. ചിക്കനാകുമ്പോൾ അധികം വേവില്ലല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും, അതേപോലെ തന്നെ ഒരു 4 ചുള വെളുത്തുള്ളി വലുത്, ഒരു 3 പച്ചമുളക് അരിഞ്ഞത്. അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ അരമുറി, ചെറുതാണെങ്കിൽ ഒരു ചെറുനാരങ്ങ തന്നെ. എന്നിട്ട് അപ്പോൾ നമ്മുടെ കീമ, ചിക്കൻ കീമ തയ്യാറായിട്ടുണ്ട്. അത് സെർവ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു മൈദ ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് കനത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. മുട്ട, മൈദ, അതേപോലെ നെയ്യ് ഒഴിച്ചിട്ടുള്ള ഒരു ദോശയാണ്. അടിപൊളിയാണ് കേട്ടോ ഈ ദോശ. നമുക്ക് കുറച്ച് കനത്തിൽ തന്നെ പൊറോട്ട പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഈ റെസിപ്പി ഇത് ദോശ, പൊറോട്ട, അതേപോലെ തന്നെ പൂരി എല്ലാ ഇതിലേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ചെയ്തിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നല്ല ടേസ്റ്റാണ്. കാണുന്ന പോലെ തന്നെ തിന്നാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അടിപൊളിയാണ്.